34 കോടി രൂപ എന്ന് പറഞ്ഞൊരു വലിയൊരു സംഖ്യ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ സംഭാവന ചെയ്തു. അതിന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. അതിനേക്കാൾ കൂടുതല് പിന്നെ രോഗങ്ങളുള്ളവരുണ്ട്, അവരെയൊക്കെ സഹായിക്കായിരുന്നു. ഒരു 10 പേരെങ്കിലും. 34 കോടിയൊക്കെ വളരെ കൂടുതലല്ലേ. നമസ്കാരം. ഈ ചേച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊരു ലാഘവത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അയാൾ അനുഭവിച്ച പെയിൻ, അയാളുടെ കഷ്ടപ്പാട്, അയാളുടെ കുടുംബം. അപ്പോൾ കേരളത്തിലുള്ള മലയാളികൾ എന്താ മണ്ടന്മാരാണോ? കാര്യം മലയാളീസിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവും. അതേപോലെ ഞാനൊരു ഓപ്പണായിട്ട് ഞാൻ പറയാണ്, പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ മലയാളി ഉണ്ടാവും, സമാധാനം ഉണ്ടാക്കാനാണെങ്കിൽ മലയാളി ഉണ്ടാവും. അതേപോലെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒത്തൊരുമ എന്ന് പറയുന്നത്, ഇപ്പോൾ ബോബി ചെങ്ങന്നൂർ ആണെങ്കിലും യൂസഫ് അലി സാറാണെങ്കിലും എല്ലാവരും, ഓരോ ആൾക്കാരും ഇയാൾക്ക് വേണ്ടിയിട്ട് 1 രൂപയെങ്കിൽ 1 രൂപ ഇട്ട് കൊടുത്ത ആൾക്കാർ, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ? ഈ ചേച്ചി എന്ത് ബോധമില്ലായ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ചേച്ചിയുടെ കാര്യം ഏകദേശം തീരുമാനമായില്ലേ? ഇനി നാളെ ഒരിക്കൽ ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യും? നമ്മളെ എപ്പോഴും നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കുടുംബം, നമ്മളെ അറിയുന്നവർ മാത്രമേ സഹായിക്കുമെന്ന് വിചാരിക്കരുത്. അനുഭവം ഗുരുവായിട്ട് ഞാൻ പറയുന്നത്. എൻ്റെയൊക്കെ പല സിറ്റുവേഷനിലും അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് വന്ന് നമ്മളെ ഹെൽപ്പാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടും സ്ട്രേഞ്ചേഴ്സിനെയും ഒരുപാട് ആൾക്കാരെ ഹെൽപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അക്ഷരം തെറ്റാതെ നന്ദിയില്ലാത്തരം വർത്താനമാണ് ചേച്ചി ഇപ്പോൾ സംസാരിച്ചത്. അത് ചേച്ചിക്ക് കഥ അറിയാഞ്ഞിട്ടാണോ ചിന്തിക്കാഞ്ഞിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. എന്തൊരു അസുഖമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ ഒരു ക്രൗഡ് കളക്ഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മലയാളീസ്. അന്നൊരു അസുഖം അങ്ങനെ കുറേ ഉണ്ട്. ഈവൻ തന്നെ ഞാൻ തന്നെ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സംഭവം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ചിന്തിക്കാഞ്ഞിട്ടാണോ അതോ എന്നുള്ള വേറൊരു സംഭവം ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പല രീതിയിലോട്ടും തിരിയും. അപ്പോൾ മലയാളീസിനോട് ഞാൻ പറയുന്നത്, ഈ ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ട. ചേച്ചിക്കൊന്നും വരാതിരിക്കട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ എന്നാൽ പോലും മനുഷ്യന്മാരാണ്, നമ്മുടെ കാര്യങ്ങൾ ഏതാ ഒന്നും അറിയത്തില്ല. നമുക്ക് നാളെ ഒരിക്കൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ എവിടെ നിന്ന് ആരാ എന്താന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മലയാളീസും മണ്ടന്മാരല്ല. അയാൾ അത് ആ സഹായം ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രൗഡ് കളക്ഷനും അയാളെ രക്ഷിക്കാനായിട്ട് ആൾക്കാർ ഇറങ്ങിയതൊക്കെ. അതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, വേറെ എന്തോരം കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണോ ചേച്ചി? ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ 10 പേരിൽ ഒരാളെങ്കിലും ഈ ചേച്ചി പറഞ്ഞോ, ഞാൻ എന്തായാലും ചേച്ചിയുടെ ഈ മുഖവും ചേച്ചി പറഞ്ഞ വാക്കുകൾ ഓർത്ത് വയ്ക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഓർത്ത് വച്ചാൽ എന്തായിരിക്കും? മനസ്സിലുള്ളവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഓക്കെ ഫൈൻ പോട്ടെ, അത് ചിലപ്പോൾ ചേച്ചിക്ക് കാര്യം അറിയാത്തതുകൊണ്ടായിരിക്കും. വിവരമില്ലായ്മ, ഈ ഒരു സംസാരത്തിന് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ചേച്ചിയുടെ വിവരമില്ലായ്മയാണ് ചേച്ചി ഇപ്പോൾ വന്ന് സംസാരിച്ചത്. അപ്പോൾ ക്ഷമ ചോദിക്കുക, മനസാക്ഷിയോട് ക്ഷമ ചോദിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കൂടുതൽ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അയാളുടെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടുമാണ് ഒരുപാട് ആൾക്കാർ, അയാൾ പോലും അറിയാത്ത ആൾക്കാരാണ് അയാളെ ഹെൽപ്പ് ചെയ്തിട്ട് സേഫ് ആക്കിയത്. അത് അയാളുടെ കർമ്മയാണ്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്കുകളൊക്കെ ഒരുപാട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഹിറ്റ് ചെയ്ത് തിരിച്ചു വരും. അപ്പോൾ ചേച്ചിയുടെ വിവരമില്ലായ്മ നിർത്തുക. ഇപ്പോൾ ഏകദേശം ചേച്ചിക്ക് ഇപ്പോൾ എയറിലായിരിക്കും ചേച്ചി. അപ്പോൾ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരവും തെറ്റുമാണ്. ഇനി ഇങ്ങനെ സംസാരിക്കാതിരിക്കുക, ആളുകളെ സഹായിക്കാൻ നോക്കുക. കേരളത്തിലുള്ള മലയാളീസ് ഇയാളെ സഹായിച്ചവർ മണ്ടന്മാരല്ല. ഓക്കെ, അയാൾ ഡിസേർവ് ചെയ്യുന്നതുകൊണ്ടാണ് ആളെ സഹായിച്ചത്. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ മലയാളികൾ ഉണ്ടാവും. ഇത് കേരളമാണ്, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ചേച്ചിയുടെ വിവരമില്ലായ്മ ഇനിയെങ്കിലും ഒന്ന് സിപ്പിട്ട് വയ്ക്കുക. ഓക്കെ.